ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അബൂജഹലും സഹോദരങ്ങളുടെ മക്കളാണ്. അഥവാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ വലീദ് ബിൻ മുഗീറയും അബൂജഹലിൻ്റെ പിതാവായ ഹിഷാമും സ്വന്തം സഹോദരങ്ങളാണ്. വലീദ് ബിൻ മുഗീറ മക്കയിലെ വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിന് ധാരാളം മക്കളുമുണ്ട്. അതിനോടൊപ്പം അറബി ഭാഷാ സാഹിത്യത്തിൽ വളരെ മുമ്പിൽ നിന്ന വ്യക്തിയും ജനങ്ങളുടെ ഇടയിലൊക്കെ പൊതുവെ സ്വീകാര്യനും ആദരണീയനുമായൊരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുമായി നിൽക്കുകയും ആ എതിർപ്പിൻ്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്ത ആളാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് പിതാവായ വലീദ് ബിൻ മുഗീറയുടെ മരണശേഷമാണ്. ഏതായാലും വലീദ് ബിൻ മുഗീറയുടെ അടുക്കൽ ഒരു ദിവസം അബൂജഹൽ എത്തുന്നത് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ്. യാ അമ്മി, പിതൃ സഹോദര, ഇന്ന ഖൗമക യറൗന യജ്മഉ ലക മാല, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ പിരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ന പരിഹാസവാക്കും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വലീദ് ബിൻ മുഗീറ ചോദിച്ചു, ലിമ, എന്തിനാണ് എനിക്ക് വേണ്ടി ഒരു പിരിവെടുക്കുന്നത്? ഖദ് അലിമത് ഖുറൈശുൻ അന്നി മിൻ അക്സരിഹ മാല, ഖുറൈശികൾക്കെല്ലാം അറിയാമല്ലോ ഞാൻ അക്കൂട്ടത്തിലെ ഏറ്റവും വലിയ ധനികനാണെന്ന്. അപ്പോൾ അബൂജഹൽ പരിഹാസത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിൻ്റെ അടുക്കൽ പോകുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ സുഖിപ്പിച്ച് പല കാര്യങ്ങളും പറഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ അത്ര വലിയ ദാരിദ്ര്യത്തിലായി പോയല്ലോ എന്നൊക്കെ വളരെ പരിഹാസ രൂപത്തിൽ അബൂജഹൽ സ്വന്തം പിതാവിൻ്റെ സഹോദരനോട് സംസാരിക്കാം. ഈ സമയത്ത് അദ്ദേഹം വളരെയേറെ ദേഷ്യപ്പെട്ട് അബൂജഹലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എന്നാലും അതിൻ്റെ സാഹചര്യം ഇതാണ്. ഒരിക്കൽ വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. വലീദ് ബിൻ മുഗീറയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ കുറേ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. ആ വചനങ്ങളൊക്കെ കേട്ട് വലീദ് ബിൻ മുഗീറ വളരെ ആ വചനങ്ങളിൽ ആകൃഷ്ടനായിപ്പോയി. ഈ വിവരമാണ് മക്കയിലെ ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് നിന്നതിൽ ഏറ്റവും പ്രധാനിയായൊരു വ്യക്തി നബിയുടെ വചനങ്ങളിൽ ആകൃഷ്ടനായി എന്ന് കേട്ടപ്പോൾ അതാണ് അബൂജഹലിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അബൂജഹലിനോട് വലീദ് ബിൻ മുഗീറ പറയുന്നുണ്ട്, ഞാൻ മുഹമ്മദിൻ്റെ അടുക്കൽ പോയി, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഞാൻ കേട്ടു, പക്ഷേ ആ വചനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. വല്ലാഹി ഇന്നലി ഖൗലിഹി അല്ലദീ യഖൂൽ ഹലാവതൻ, മുഹമ്മദിൻ്റെ വാക്കുകൾക്ക് വലിയ മധുരമുണ്ട്. വഇന്ന അലൈഹി ലതലാവതൻ ഇന്നഹു ലമുസ്മിറുൻ അലാഹു വമുഗ്ദിഖുൻ അസ്ഫലുഹു. അതിൻ്റെ ആ വലീദ് ബിൻ മുഗീറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ വളരെ ഉദാഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായിട്ടാണ് അവതരിപ്പിച്ചത്. ഒരു വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, അതിൻ്റെ മുകൾ ഭാഗം നന്നായി കായ്ക്കുന്ന, നന്നായി പഴങ്ങൾ നൽകുന്നതാണ് ആ വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗം. അതിൻ്റെ താഴ്ഭാഗമാണെങ്കിൽ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള മണ്ണിലാണ് നിൽക്കുന്നത് എന്ന ആശയത്തിലൊക്കെ വിശുദ്ധ ഖുർആനെ വളരെയേറെ ആലങ്കാരികമായി അവതരിപ്പിച്ചുകൊണ്ട് വലീദ് ബിൻ മുഗീറ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലയഅലു വലാ യുഅല, ആ ഖുർആൻ, അതിൻ്റെ വചനങ്ങൾ, മുഹമ്മദിൽ നിന്ന് ഞാൻ കേട്ട വചനങ്ങൾ, അത് ഉയർന്നുകൊണ്ടേയിരിക്കും, അതിൻ്റെ മേലെ ഒന്നും ഉയരുകയില്ല. ഇന്നഹു ലയഹ്തിമു മാ തഹ്തഹു, അതിൻ്റെ താഴെ നിൽക്കുന്ന മറ്റു മുഴുവൻ വചനങ്ങളെയും അത് പരാജയപ്പെടുത്തി അത് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കും എന്ന് വലീദ് ബിൻ മുഗീറ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അബൂജഹലിനോട് തന്നെ പറഞ്ഞു കൊടുത്തു. അഥവാ വലീദ് ബിൻ മുഗീറയ്ക്ക് വിശുദ്ധ ഖുർആൻ്റെ ഈ വചനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഷാ ശൈലികളും പ്രയോഗ രീതികളുമെല്ലാം അദ്ദേഹത്തെ ആകർഷിക്കുകയും ചെയ്തു. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഈ സമൂഹത്തിൽ വളരെ അംഗീകരിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് തന്നെ ഖുർആനെക്കുറിച്ച് മറ്റൊരു വാക്ക്, ഒരു എതിർവാക്ക് പറഞ്ഞേ പറ്റൂ. ആ സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലീദ് ബിൻ മുഗീറ ഒരുപാട് ചിന്തിച്ച ആ ഭാഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് മുദ്ദസ്സിർ 11 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ അതാണ് പറയുന്നത്. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്, ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ വമഹ്ഹത്തു ലഹു തംഹീദ. ഞാൻ സൃഷ്ടിച്ചവൻ, അവനിക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകി, അവന് സന്താനങ്ങളും നൽകി, അവന് ലൗകികമായ ഒരുപാട് ഏർപ്പാടുകളും ഞാൻ ചെയ്തു കൊടുത്തു.
എന്നിട്ടും ഞാൻ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ പക്ഷേ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ധിക്കാരത്തോടെ സമീപിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു. ആ വിശുദ്ധ ഖുർആനെക്കുറിച്ച് എന്തു പറയണമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആലോചിച്ചു. ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ. അവൻ ഒരുപാട് ആലോചിച്ചു, പലതും കണക്ക് കൂട്ടി മനസ്സിൽ. അവൻ പലതും കണക്ക് കൂട്ടിയിട്ട് അവസാനം സുമ്മ അബസ വബസറ സുമ്മ അദ്ബറ വസ്തക്ബറ വഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ സഉസ്ലീഹി സഖർ. അഥവാ വിശുദ്ധ ഖുർആൻ കേട്ട് അതിൻ്റെ ഭാഷാ ശൈലിയും അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളുമെല്ലാം മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് വളരെയേറെ താല്പര്യത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും സംസാരിച്ച വലീദ് ഇബ്നു മുഗീറ ജനങ്ങൾക്ക് വേണ്ടി അവസാനം സംസാരിച്ചത്, ഖുർആനിലേക്ക് അടുക്കുന്ന ജനങ്ങളെ അതിൽ നിന്നും തടഞ്ഞു നിർത്താൻ വേണ്ടി സംസാരിച്ചത് ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസർ, ഇത് പുറത്തുനിന്ന് എവിടെ നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ഒരു സിഹറാണ് എന്ന് പറഞ്ഞ് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യവചനമല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനെ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു. ഏതായാലും വലീദ് ഇബ്നു മുഗീറ ഖുർആനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് അതിൻ്റെ ശരിയായ ഒരു സ്വഭാവമാണ്. ഖുർആൻ അത് എല്ലാത്തിനെയും അതിജയിക്കും, അത് ഫലം നൽകുന്ന ഒരു മഹാവൃക്ഷമാണ്, ഒരുപാട് നന്മകൾ അതിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയും എന്ന ആശയത്തിൽ വരുന്ന ഖുർആനെ സംബന്ധിച്ച് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കുകൾ ശരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ നിലപാട്. അടുത്ത വാക്കുകൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിപ്പറഞ്ഞ വചനങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ വലീദ് ഇബ്നു മുഗീറയെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.